PG ഫസ്റ്റ് ഇയർ വന്ന സമയത്താണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിനെ കുറിച്ച് കുറെ കൂടി വോക്കലാവുന്നത്. ഞാൻ ചോദിക്കുന്ന ആദ്യയെക്കുറിച്ച് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? കഴിഞ്ഞ മാസങ്ങളിലായിട്ടാണ് സിലബസിൽ പേര് വരുന്നത്. UG മെയിൻ പേപ്പറിലാണ് കവിത വന്നിട്ടുള്ളത്. കുമാരനാശാൻ എന്ന് തുടങ്ങുന്ന മലയാള കവിതയുടെ ഏറ്റവും ഒടുവിലത്തെ പേരായിട്ടാണ് എൻ്റെ പേര് വന്നത്. ജെൻഡർ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും ആണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന വ്യക്തികൾക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. അവിടുത്തെ അധ്യാപകർ എന്നൊക്കെ പറയുന്ന വളരെ വളരെ വൃത്തികെട്ട മനുഷ്യരാണ്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. എല്ലായ്പ്പോഴും ക്ലാസ്സിൽ എന്തെങ്കിലും മോഷണം പോയാൽ ആദ്യം നമ്മളേക്കാണ് തിരിയുക. അത്തരത്തിലുള്ള കുട്ടികളാണ് നമ്മൾ. എന്ത് പരിപാടി ഉണ്ടായാലും നമ്മുടെ പേരൊന്നും കൊടുക്കുമ്പോൾ നിനക്കിത് ചെയ്യാൻ പറ്റുമോ, നീ ക്ലാസ് കട്ടാക്കാൻ വേണ്ടി പോവല്ലേ. പക്ഷേ ഒരു സ്ഥലത്ത് നമ്മളെ കൃത്യമായി വിളിക്കും, ടോയ്ലറ്റ് കഴിക്കാനൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ ഒരു അധ്യാപകൻ എന്നെ കുറിച്ച് പറഞ്ഞത് ഇവനൊക്കെ ചെറ്റയാണ്, ഇവൻ്റെ പണി സോഷ്യൽ മീഡിയയിൽ വൃത്തികേട് ചെയ്ത് ഇടലാണ്. പെണ്ണപ്പൻ്റെ സൃഷ്ടാവ് ആദിയാണെന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ആദി പെണ്ണപ്പൻ കവിത നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഡിഗ്രി സിലബസിൽ വന്നു എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. ഇത് കുറേ നാൾ മുന്നേ വന്നതാണ് വാർത്തകൾ. ആ സമയം നമ്മൾക്കൊന്നും എന്താ പറയുക, ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയില്ല, ഇത്ര ലേറ്റ് ആയിപ്പോയി. ആദി പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ശബ്ദമാണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് വരുന്നൊരു അനുഭവം എഴുതിയിടുമ്പോൾ കുറേ ആൾക്കാർ ഇതെനിക്ക് സംഭവിച്ചാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാനും അത് കേട്ടപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന പെണ്ണപ്പൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആദ്യം എങ്ങനെയാണ് ആ ഒരു ടൈറ്റിലേക്ക് എത്തിയത്? സത്യം പറഞ്ഞാൽ പെണ്ണപ്പൻ എന്ന് പറയുന്നത് ഞാൻ കോവിഡ് സമയത്ത് എഴുതുന്ന ഒരു കവിതയാണ്. ആ സമയത്ത് അത് സോഷ്യൽ മീഡിയയിൽ എഴുതിയിടുന്നു. അപ്പം അതിന് ഒരുപാട് വായനക്കാരുണ്ടാവുന്നു, ഒരുപാട് ഷെയർ ചെയ്യപ്പെടുന്നു, ഒരുപാട് വായിക്കപ്പെടുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പിൽക്കാലത്താണ് ഞാൻ പുസ്തകം ഇറക്കിയിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നു. അപ്പോൾ ആ സമയത്ത് കവിതകളൊക്കെ ചേർത്തൊരു പുസ്തകമാക്കുന്ന സമയത്ത് എന്തായാലും ഇത്രയധികം സ്വീകരിക്കപ്പെട്ട ഒരു കവിത എനിക്ക് കുറെ കൂടി അടുപ്പമുള്ളൊരു കവിതയുടെ പേര് തന്നെ പുസ്തകത്തിൻ്റെ തലക്കെട്ടാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് പെണ്ണപ്പൻ എന്ന് പറയുന്ന ടൈറ്റിൽ പുസ്തകത്തിൻ്റെ പേരായിട്ട് മാറുന്നത്. സത്യം പറഞ്ഞാൽ കവിത എന്ന് പറയുന്നത് ഈ ജെൻഡർ റോളിന് പുറത്ത് നിൽക്കുന്ന ഒരു അച്ഛനെ കുറിച്ചുള്ളൊരു കവിതയാണ്. പൊതുവിൽ എൻ്റെ എഴുത്തുകളിൽ അച്ഛൻ എന്ന് പറയുന്നത് വളരെ വയലൻ്റായ, വളരെ ഒരു എന്താ പറയുക, ടോക്സിക് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൽ വളരെ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കവിതകൾ പൊതുവെ ഞാൻ ചിത്രീകരിക്കാറുള്ളത്. അച്ഛനോട് ഞാൻ ഒട്ടും ദയ കാണിക്കാറില്ല. പക്ഷെ പെണ്ണപ്പനിൽ കുറെ കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള അച്ഛൻ സങ്കല്പത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു അച്ഛനെയാണ് കാണിക്കുന്നത്. അയാളെ എങ്ങനെയാണ് സമൂഹം ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ചിത്രമാണ് കവിതയിലൂടെ വരച്ചിടുന്നത്. അപ്പം അതിന് പക്ഷെ ഒരുപാട് വായനക്കാരുണ്ടായി, ഒരുപാട് പേർക്ക് ആ കവിത ഇഷ്ടമായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു തലക്കെട്ട് തന്നെ നമ്മുടെ പുസ്തകത്തിനും ഇടാമെന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. ഈ പറയുന്ന പെണ്ണപ്പനിൽ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് പറയുമ്പോൾ നയൻതാര വിഘ്നേഷ് ബന്ധത്തിൽ അവർ നയൻതാരനെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ എന്നതിനപ്പുറം ഒരു പാർട്ട്ണറിനോട് കാണിക്കാവുന്ന, അതായത് നമ്മുടെ സൗഹൃദങ്ങളിൽ കാണിക്കാവുന്ന എല്ലാം കാണിക്കാം. അപ്പോൾ ഈ പുള്ളിയോട് എപ്പോഴും പറയുന്നത് അവനൊരു പെണ്ണാച്ചിയാണ്. അതായത് 2 രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഞാൻ. അതായത് സ്ത്രീകളെ, കല്യാണം കഴിച്ച സ്ത്രീകളെ പൗരുഷത്തിൻ്റെ പേരിൽ കാത്തു സൂക്ഷിക്കാത്ത എല്ലാവരും അവൻ എപ്പോഴും പെണ്ണുങ്ങളുടെ പാവാട താങ്ങികളാവുകയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ പെണ്ണച്ചൻ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിൽ ഒരു കല്യാണം കഴിച്ച് വന്നിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ സമൂഹത്തിൽ വർക്കുകൾ നമ്മൾ ഷെയർ ചെയ്യും. എവിടെയെങ്കിലൊക്കെ പോയിട്ട് വന്നാൽ ഫാമിലിയിൽ അതൊന്നും കണ്ടു നിൽക്കുന്ന പാട്രിയാർക്കിക്ക് അത് ഇതാവണം എന്നില്ല. അപ്പോൾ ഈ 2 തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ആദ്യം ഇതിൽ ഏത് വ്യാഖ്യാനമാണ് ശരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സൊസൈറ്റി നിൽക്കുന്നത് ഈ ജെൻഡർ റോളിനെ മുൻനിർത്തിക്കൊണ്ടാണ്. അതിനകത്ത് തന്നെ കുടുംബം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണല്ലോ. അപ്പം വീട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അധികാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ റോളുകളെ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് മനസ്സിലാക്കുക. അത് ഭയങ്കര മഹത്തായിട്ടുള്ള കാര്യം. ഇപ്പം അമ്മയാണെങ്കിൽ അമ്മേനെ നമ്മൾ ഭയങ്കരമായിട്ട് ആദർശവൽക്കരിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. പക്ഷേ ഇത് അമ്മ എന്ന് പറയുന്ന വ്യക്തി കുടുംബത്തിൽ ചെയ്യുന്ന കൂലിയില്ലാത്ത ജോലി എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഭയങ്കര ത്യാഗമായിട്ടൊക്കെ മനസ്സിലാക്കും, ഭയങ്കര സഹനമായിട്ടൊക്കെ മനസ്സിലാക്കും. പക്ഷെ അത് കൃത്യമായിട്ടൊരു എക്സ്പ്ലോയിറ്റേഷനാണ്, ചൂഷണമാണ്. അപ്പം ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും അമ്മ ഒരിക്കലും കവിതകളൊന്നും എഴുതിയിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് ഞാൻ കവിത എഴുതുന്നത് പോലും അറിയണമെന്നില്ല. കാരണം അവർ ഒരേ സമയം വീട്ടിലെ ജോലികളും ചെയ്യുന്നു, അതിന് പുറത്ത് കുടുംബത്തിന് പുറത്തുള്ളൊരു ജോലി ചെയ്ത് ജീവിക്കുന്ന, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അവർ ഒരേ സമയം പുറത്തും ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിനകത്തുള്ള എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. എൻ്റെ വസ്ത്രങ്ങൾ അലക്കുക, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാം, എനിക്കും അച്ഛനും അനിയനും ഭക്ഷണം ഉണ്ടാക്കി തരാം. പക്ഷേ അവരുടെ അധ്വാനത്തിന് ഒരു വിലയും കൊടുക്കുന്നില്ല. ഇപ്പം ഞാനിപ്പം എന്താ കവിതകൾ എഴുതുന്നു, എനിക്ക് വിസിബിലിറ്റി കിട്ടുന്നു, ദൃശ്യത കിട്ടുന്നു, എന്നെ ആളുകൾ കേൾക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അത് എന്തിൻ്റെ എക്സ്പെൻസിലാണ് നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ. ഇതിൽ പിന്നിൽ ഞാനിങ്ങനെ നിന്ന് സംസാരിക്കുന്നതിൽ ജോലി എടുക്കുന്ന, ഒരേ സമയം ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീ
പുറകിലുണ്ട്. അവരുള്ളത് കൊണ്ടാണ് എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണിത്. ഈ കുടുംബത്തിനെ, ഈ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ജെൻഡർ റോളിനെയൊക്കെ പിടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമുക്കൊക്കെ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് രാത്രി എങ്ങനെ വേണമെങ്കിലും ഇറങ്ങി നടക്കാം, എനിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാം, യാത്രകൾ ചെയ്യാം. പക്ഷേ അതേസമയം എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് അത് സാധിച്ചു കൊള്ളണമെന്നില്ല, എല്ലായ്പ്പോഴും സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പം ഈ രീതിയിൽ ഈ ജെൻഡർ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും, ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ആണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന വ്യക്തികൾക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. അപ്പം ഇതിന് പുറത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇതിന് പുറത്ത് ഏതെങ്കിലും തരത്തിലേക്ക് പോകുന്ന ശരീരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടും. അവർക്ക് നേരെ വലിയ തോതിലുള്ള വയലൻസ് ഉണ്ടാകും. കാരണം അവരെയും ഭയങ്കരമായിട്ട് ഇപ്പം ഈ തെറിവാക്കുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പെണ്ണുങ്ങളെ പോലെ അല്ലെങ്കിൽ പെണ്ണിനെ താങ്ങി നടക്കുന്നവൻ എന്നുള്ള രീതിയിലൊക്കെ. ആ രീതിയിൽ ആണ് എന്ന് പറയുന്ന സമയത്ത് ഇൻക്ലൂഡഡ് നമ്മൾ ഈ നഴ്സുമാരെ കല്യാണം കഴിച്ച് വിദേശത്തേക്ക് പോകുന്നവനോട് പറയും പാവാട വിസ എന്ന് വരെ പറയാറുണ്ട്. എന്തോ പെണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മോശമാണ്, പെണ്ണിനെ ഇമാതിരി ട്രീറ്റ് ചെയ്യുന്നത് അവന് പൗരുഷമില്ല എന്നുള്ളതിൻ്റെ അവരുടെ ഒരു വേർഡാണ് ഈ പറയുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഒരു കാര്യമാണ്, മാതൃത്വം ഞാൻ മഹത്വൽക്കരിക്കുന്നില്ല. ആദ്യം അത് പറയുമ്പോൾ ആസ് എ പേഴ്സൺ എനിക്ക് മനസ്സിലാവും, ഞാനൊരു സ്ത്രീയാണ്. അതിലുപരി നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഓരോ വീടുകളിലും സ്ത്രീകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം ഒരു ബോധമുണ്ട്. പക്ഷേ ഇതൊക്കെ സമൂഹത്തിനോട് ആദ്യക്ക് തുറന്നു പറയാൻ ഒരു പേടിയുണ്ട്. കാരണം എനിക്ക് പേടിയുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഞാനത് തുറന്നു പറയുമ്പോൾ അത് നിൻ്റെ അനുഭവത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ തീർന്നു അവിടെ. പക്ഷെ ആദ്യമൊക്കെ അത് പറയുമ്പോൾ ഒരു പേടിയോ കാര്യങ്ങളോ എങ്ങനെയാണ്? ഇല്ല, ഞാനതിനെ പേടിക്കുന്നില്ല. കാരണം പണ്ടത്തെ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പേടിച്ചേനെ. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ പേടിയോ അങ്ങനെ എന്തിനോടെങ്കിലും ഒരു ഭയമോ ഒന്നും തോന്നാറില്ല. കാരണം നമ്മൾ ഇത്രയും കാലം ഇപ്പം എനിക്ക് വന്നൊരു ഷിഫ്റ്റ് ചെയ്യാൻ വളരെ അധികം ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ +2 പഠിച്ചൊരു കുട്ടി എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൾ പറയുന്നത്, ഞാൻ ആരോടും മിണ്ടാത്ത, ഒരു മൂലയിൽ കൂടിയിരിക്കുന്ന, ചിരിക്കുക പോലും ചെയ്യാത്തൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയിൽ നിന്ന് ഞാൻ ഒരുപാട് വളർന്നു. ആ കുട്ടി എന്ന് പറയുന്നത് സമൂഹത്തിനെ പേടിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടി എന്ന് പറയുന്നത് ആളുകളുടെ വാലിഡേഷൻ, നല്ല കുട്ടിയാവാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളൊക്കെ കളഞ്ഞ് എന്താ പറയുക, ജീവിതകാലം മുഴുവൻ ഒരു 20 വയസ്സ് വരെ ഒരു കള്ളത്തിൽ ജീവിച്ചൊരു കുട്ടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു നിലയിലേക്ക് എത്തുന്ന സമയത്ത്, ഞാൻ എൻ്റെ സത്യത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുന്ന സമയത്തേക്ക് നമുക്ക് കുറേ കൂടി സ്വാതന്ത്ര്യം കിട്ടുന്നു. നമുക്ക് ആരെയും കൂസേണ്ടതില്ല എന്നുള്ളൊരു സ്ഥിതി വരുന്നു. അപ്പം അത് നൽകുന്ന വലിയൊരു തുറവിയുണ്ട്. അപ്പോൾ ആ തുറവിയിലാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ആരെയും കൂസേണ്ടതില്ല എന്നുള്ളൊരു നിലയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം എന്തിനാണ് ഞാൻ ഇനി പേടിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന്, എൻ്റെ അധ്യാപകരിൽ നിന്നൊക്കെ വളരെ മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ലീഗൽ ഫൈറ്റിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്യുന്ന കരുതിയ കാര്യങ്ങളല്ല. പക്ഷെ നമ്മുടെ സമൂഹം നിവൃത്തികേടുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പേടിയില്ല. ഈ പറഞ്ഞ സൈബർ ബുള്ളിങ്, അതുപോലെ തന്നെ അധ്യാപകരിൽ നിന്ന് അടുത്തിടെയും പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു, ഇന്ന പോലെ വിഷയങ്ങളുണ്ടായി. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ 20 വയസ്സ് വരെ ഹൈഡ് ചെയ്തൊരു കുട്ടി, ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചൊരു കുട്ടി 20 വയസ്സിന് ശേഷം സ്വത്വം തിരിച്ചറിയുകയാണ്. അല്ലെങ്കിൽ ഞാനിതല്ല, എനിക്ക് എന്താ പറയുക, വാഴുന്ന നാൾ ഉണ്മയായി വാഴണം എന്നൊരു തോട്ട്, അതിങ്ങനെ വന്നിട്ട് നമ്മൾ അതിലേക്ക് എത്താനെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. കാരണം ഈ സമൂഹത്തിന് മുന്നിൽ ഇതുവരെ 20 വയസ്സ് വരെ ഉണ്ടാക്കി വെച്ചത് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യുക. ഈ ബ്രേക്ക് ചെയ്യാൻ ആദ്യം എങ്ങനെയാണ് സാധിച്ചത്? അല്ലെങ്കിൽ ഈ ബ്രേക്കിംഗ് എങ്ങനെയാണ് ആദ്യം സ്വന്തമായിട്ട് ഇങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യിച്ചെടുത്തത്? ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് എടുക്കുന്നൊരു തീരുമാനമൊന്നുമില്ല. നമ്മൾ എടുത്ത് ചാടിയിട്ട് എടുക്കുന്നൊരു തീരുമാനമല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ എടുക്കുന്നൊരു തീരുമാനമല്ല. മറിച്ച് ഇത് വളരെ നീണ്ടൊരു കാലം ഉള്ളൊരു പ്രോസസ്സാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയം മുതൽ, ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഞാൻ എന്നെ പാകപ്പെടുത്തുന്നുണ്ട്. പല രീതിയിൽ ഞാൻ വായിക്കുന്നുണ്ട്, പുതിയ മനുഷ്യരോട് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ഞാൻ PG പഠിക്കുന്നത് കാലടി സംസ്കൃത സർവകലാശാലയിലാണ്. അപ്പം PG ഫസ്റ്റ് ഇയർ വന്ന സമയത്താണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിനെ കുറിച്ചൊക്കെ കുറേ കൂടി വോക്കലാവുന്നത്. അപ്പം അത് പെട്ടെന്നൊന്നും സംഭവിക്കുന്നൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ഒരുപാട് പണിപ്പെട്ട്, നമ്മൾ ഒരുപാട് അഭിനയിച്ച് ഇതിനൊക്കെ, ഇതൊന്നും കള്ളത്തിൽ തന്നെ ജീവിക്കണോ അല്ലെങ്കിൽ സത്യം വേണോ എന്നുള്ള 2 ചോയ്സിന് മുമ്പിൽ കുറച്ച് കാലം പകച്ചു നിന്ന് ഇതിൽ ഏതെടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടും എന്നുള്ള പേടി, അങ്ങനെ നിരന്തരം നമ്മൾ വാല്യുവേറ്റ് ചെയ്തും, പക്ഷേ അവസാനം നമ്മൾ സത്യം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക,
പലതും നഷ്ടപ്പെട്ടേക്കാം. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, അതുവരെ നമ്മളോട് ചിരിച്ചിരുന്ന മനുഷ്യരൊക്കെ നഷ്ടപ്പെട്ടേക്കാം. നമുക്ക് നിരന്തരം ഈ ബുള്ളിങ് കേൾക്കേണ്ടി വന്നേക്കാം. നമുക്ക് നിരന്തരം എല്ലാത്തിനും വിശദീകരണം കൊടുക്കേണ്ട ബാധ്യത വന്നേക്കാം. നമ്മളെന്താണ്, നമ്മൾ ശരിയാണ്, നമ്മൾ രോഗികളല്ല, നമ്മൾ കുറ്റവാളികളല്ല, ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. നിരന്തരം ഇങ്ങനെ ക്ലാസ് എടുക്കേണ്ട ഗതികേടൊക്കെ വന്നേക്കാം. എന്നാൽ പോലും ഏറ്റവും ഒടുവിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്കൊരു സമാധാനം ഉണ്ടാവും. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഒരു മനുഷ്യന് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സ്വന്തം സത്യത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കിയുള്ള ആളുകളുടെ ഇഷ്ടത്തിനും ബാക്കിയുള്ള ആളുകളുടെ നല്ല കുട്ടി പട്ടം കിട്ടാനും ഒന്നുമില്ല. നമ്മുടെ ഒരു സ്വന്തം മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെനിക്ക് കിട്ടി. ബാക്കി പലതും നഷ്ടപ്പെട്ടെങ്കിലും അതെനിക്ക് കിട്ടി. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്വന്തം ഇതുവരെ ഐഡന്റിറ്റി വെളിവാക്കിയിട്ടുണ്ടോ ആദ്യം ഇതുവരെ? ആക്ച്വലി ഒരു ക്യൂർ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ തന്നെയാണോ ഇപ്പോഴും അറിയപ്പെടുന്നത്, അതോ സ്വന്തം വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അതെ, അങ്ങനെ അറിയപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഐഡന്റിറ്റി ആണല്ലോ അതിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ PG പഠിക്കുന്ന സമയത്താണ് കമ്മിങ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞു. 4-5 വർഷം മുന്നേ കമ്മിങ് ഔട്ട് ചെയ്തൊരു വ്യക്തിയാണ്. പിന്നെ ഇത് നമുക്ക് കൃത്യമായിട്ട് ചെയ്തോ ഇല്ലയോ എന്ന് പറയാനും കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഞാനിപ്പം ജീവിതത്തിൽ ഇനി കാണാൻ പോകുന്ന മനുഷ്യരോട് ഇത് പറയേണ്ടി വരും. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരോടൊക്കെ പറയേണ്ടി വരും ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ. അപ്പം ഇത് നിരന്തരമുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ പെട്ടെന്ന് സുപ്രഭാതത്തിൽ എല്ലാവർക്കും നമുക്ക് ഈ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യുന്ന പോലെ പറ്റുന്ന ഒരു പണിയല്ല. അപ്പം ഭാവിയിൽ ഇപ്പം ഇനി കാണാൻ വരുന്ന ആളുകളോട് പറയേണ്ടി വരും. കാരണം എൻ്റെ ശരീരത്തിലോ നെറ്റിയിലോ ഒന്നും അടയാളപ്പെടുത്തി വെച്ചിട്ടില്ല ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഏറ്റു പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. അത് എല്ലായ്പ്പോഴും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പറയണമെന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ അത് പറയേണ്ടതുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം. അടുത്തിടെ നടന്നൊരു ബുള്ളിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ഞാനും അത് വായിച്ചിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ കേസും കാര്യങ്ങളും? അത് ലാസ്റ്റ് ഇയർ നടന്ന ഞാൻ BEd എന്ന് പറയുന്നൊരു കോഴ്സായിരുന്നു ചെയ്തത്. അപ്പോൾ BEd എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഹയർ എഡ്യൂക്കേഷൻ്റെ ഇതിലാണ് വരുന്നതെങ്കിലും പൊതുവിൽ നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ പോലെ ഒരു സെറ്റപ്പ് അല്ല BEd കോളേജുകളിൽ. കാരണം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നമുക്കറിയാം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സ്പേസാണ്, ഭയങ്കര സമരങ്ങളൊക്കെ നടക്കുന്ന സ്പേസാണ്. നമ്മൾ പല ക്യാമ്പസുകളും കേരളത്തിലുടനീളമുള്ള ക്യാമ്പസുകൾ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ രാഷ്ട്രീയം പറയുന്ന സ്പേസാണ്. പക്ഷേ BEd കോളേജ് എന്ന് പറയുന്നത് കുറേ കൂടി അടഞ്ഞൊരു സ്പേസാണ്. അവിടെ നമുക്ക് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. അവിടുത്തെ അധ്യാപകർ എന്നൊക്കെ പറയുന്ന വളരെ വളരെ വൃത്തികെട്ട മനുഷ്യരാണ്. അത് ഞാൻ എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയല്ല, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ പഠിച്ച സ്ഥാപനം ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്, ഗവൺമെൻറ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അവിടുത്തെ അധ്യാപകരുടെ മനോനില എന്ന് പറയുന്നത് നമ്മൾ വളരെ താണ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരാണ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇമാജിൻ ചെയ്ത് സ്റ്റാഫ് റൂം പോയി ചർച്ച നടത്തുന്ന തരം വൃത്തികെട്ട ചിന്താഗതിയുള്ള മനുഷ്യരാണ്. ഒരു വിദ്യാർത്ഥിയുടെ കാല് കണ്ടാൽ ഭൂമി കുലുങ്ങും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന, ഷാളിടാത്ത പെൺകുട്ടികളെ ചീത്ത പറയുന്ന, വഴക്ക് പറയുന്ന, തെറി വിളിക്കുന്ന തരം അധ്യാപകരാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് നമ്മളിപ്പോൾ കാലടി യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു വലിയ പൊളിറ്റിക്കലായിട്ടുള്ള അക്കാദമിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് ഇത്രയും റിഗ്രസീവ് ആയിട്ടുള്ളൊരു സ്പേസിൽ പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് കാലം ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. കാരണം ആരോടാണ് നമ്മൾ എത്ര ഫൈറ്റ് ചെയ്യും, എത്രത്തോളം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഒരു പരിമിതിയുണ്ട്. നിരന്തരം നമ്മൾ ഈ ഒച്ചപ്പാടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല. പക്ഷേ പിന്നെ സഹി കെട്ട് പോകുന്നൊരു അവസ്ഥയുണ്ടായി. കാരണം എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്കുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി അധ്യാപകരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും ഒക്കെ പരാതി കൊടുക്കുകയും ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയൊക്കെ ചെയ്യണ്ടായി. അപ്പം അതിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് എന്താ പറയുക, ഈ മനുഷ്യരോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. അധ്യാപകർ നമുക്കെല്ലാവർക്കും ഏത് വിദ്യാർത്ഥിനോട് ചോദിച്ചാലും മുതിർന്ന ആളുകളോട് ചോദിച്ചാലും അവരുടെ ജീവിതത്തിൽ വളരെ മോശം ചെയ്തൊരു അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മ അവർക്ക് പറയാനുണ്ടാവും. വളരെ നല്ല കാര്യം ചെയ്ത അധ്യാപകരെ കുറിച്ചും പറയാനുണ്ടാവും. പക്ഷേ അധ്യാപകർ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരത വളരെ മോശമാണ്. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ബോഡി ഷേമിങ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അധ്യാപകർ ക്ലാസ് മുറിയിൽ വെച്ച്. അതുപോലെ തന്നെ ഈ ഫേവറിസം, നമ്മളൊന്നും ഈ അധ്യാപകരുടെ നല്ല കുട്ടികളാവാത്ത, പഠിപ്പിലൊന്നും ഒന്നാമതെത്താത്ത, പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലാത്ത തരം കുട്ടികളാണ്. അപ്പം നമുക്കൊരിക്കലും അധ്യാപകരുടെ പ്രിയപ്പെട്ട കുട്ടികളാവാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട്, ആർക്കാണ് എപ്പോഴും ഒന്നാമതെത്താൻ പറ്റുന്നത്, ആർക്കാണ് അധ്യാപകരുടെ നല്ല കുട്ടിയാവാൻ പറ്റുന്നത്. നമ്മളൊക്കെ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ എന്താ പറയുക
കുട്ടികളുടെ എന്തെങ്കിലും മോഷണം പോയാൽ ആദ്യം നമ്മളിലേക്കാണ് തിരിയുക. അത്തരത്തിലുള്ള കുട്ടികളാണ് നമ്മൾ. അല്ലെങ്കിൽ ഏറ്റവും മോശം കുട്ടികൾ ഇപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ പേരൊന്നും കൊടുക്കുമ്പോൾ നിനക്കിത് ചെയ്യാൻ പറ്റുമോ, നീ ക്ലാസ് കട്ടാക്കാൻ വേണ്ടി പോവല്ലേ, കഥ എഴുതാൻ പോകുന്നു, കവിത എഴുതാൻ നിനക്ക് ആ കഴിവുണ്ടോ? അതെ, നിനക്ക് ആ കഴിവുണ്ടോ? പക്ഷെ ഒരു സ്ഥലത്ത് നമ്മളെ കൃത്യമായി വിളിക്കും. എവിടെന്നറിയോ? യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ബെഞ്ച് പിടിക്കാനും ഡെസ്ക് പിടിക്കാനും അടിച്ചു വാരാനും ടോയ്ലറ്റ് കഴിക്കാനൊക്കെ നമ്മൾ വിളിക്കും. അപ്പം അത് ശരിയാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്പേസാണ് ഈ വിദ്യാലയം എന്ന് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ ഇപ്പം ഭയങ്കര പ്രോഗ്രസീവായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ച നടക്കുന്ന സമയത്താണ് ഞാൻ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ വരുന്നൊരു സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും മോശം അനുഭവങ്ങൾക്ക് വിദ്യയാക്കുന്നത്. അപ്പോൾ ഒരു അധ്യാപകൻ എന്നെ കുറിച്ച് പറഞ്ഞത് ഇവനൊക്കെ ചെറ്റയാണ്, ഇവൻ്റെ പണി സോഷ്യൽ മീഡിയയിൽ വൃത്തികേട് ഇടലാണ് എന്നുള്ള രീതിയിലൊക്കെ പറയണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ സുഗതകുമാർ റൈക്കോടൊക്കെ പഠിച്ചൊരു സ്ഥാപനമാണ് നമ്മുടെ കോളേജ്. ആ കോളേജിൻ്റെ പേര് ചീത്തയാക്കി എന്നുള്ള രീതിയിലൊക്കെ പറയണ്ടേ. അങ്ങനെ ആ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ടാണ് സിലബസിൽ പേര് വരുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ UG പേപ്പറിൽ മെയിൻ പേപ്പറിലാണ് കവിത വന്നിട്ടുള്ളത്. കുമാരനാശാൻ എന്ന് തുടങ്ങുന്ന മലയാള കവിതയുടെ ഏറ്റവും ഒടുവിലത്തെ പേരായിട്ടാണ് എൻ്റെ പേര് വന്നത്. അപ്പോൾ ഞാൻ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് മുകളിൽ സുഗതകുമാരി ഇരിക്കുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ എഴുത്തുകാരിരിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ ചുള്ളിക്കാടുണ്ട്, ചങ്ങമ്പുഴയുണ്ട്. അങ്ങനെ പല തലമുറയിൽപ്പെട്ട പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ കൂടെയാണ് നമ്മുടെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം സുഗതകുമാരി പഠിച്ച കോളേജ്, ആ കോളേജിനെ ചീത്തയാക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമുക്ക് കയറി നിൽക്കാൻ വേണ്ടി പറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. അതിൽ പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ ചില ശബ്ദങ്ങളൊന്നും കേൾക്കേണ്ടതാണ്, അത് അടയാളപ്പെടുത്തി തന്നെ പോവേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂളിലും കോളേജിലും ബാക്ക് ബെഞ്ചേഴ്സ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെയാണ്, ഇവർ ഒരിക്കലും നന്നാവില്ല. ആവേശ സിനിമയൊക്കെ നന്നായി വാന്ന് പറയുന്ന ഇതുണ്ടല്ലോ, അതായത് രണ്ട് രീതിയിൽ നമുക്ക് നന്നായി വാന്ന് പറയാം. നീയൊക്കെ നന്നാവത്തില്ലടാന്നുള്ള നന്നാവലുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ. നമ്മളൊക്കെ ഒരു 100 മീറ്റർ നമ്മൾ ചിലപ്പം 15 മിനിറ്റ് കൊണ്ട് ഓടുമായിരിക്കും, നമ്മൾ 20 മിനിറ്റോ 40 മിനിറ്റോ ചിലപ്പോൾ 1 മണിക്കൂർ എടുത്ത് ഓടിയാൽ അത് നമ്മുടെ വിജയമാണ്. ആ വിജയത്തിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആ കവിത മാത്രമല്ല, അതൊരു അടയാളപ്പെടുത്തലാണ്, ഒരു രേഖപ്പെടുത്തലാണ്. ചരിത്രത്തിൽ പലതും രേഖപ്പെടുത്താതെ പോയ കൂട്ടത്തിൽ രേഖപ്പെടുത്തി ആദ്യം എന്നൊരു വ്യക്തി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ക്യൂറിന് വേണ്ടി സംസാരിക്കുന്ന, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളുണ്ട് എന്നുള്ള ഒരു രജിസ്ട്രേഷനാണ്. എനിക്ക് തോന്നുന്നു ആ കവിത വായിച്ചിട്ട് ഒരുപാട് പേര് ഇതേ സാധനം തന്നെ പറഞ്ഞിരുന്നു അല്ലേ, ഈ എന്താ പറയുക, ഞങ്ങളുടെ അനുഭവങ്ങളാണ് എന്നത് അല്ലേ. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ പെണ്ണൽസൺ എന്നുള്ളൊരു കവിതയിൽ ഓക്കെ, ഞാൻ അതിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും ആദ്യമേ തന്നെയാണ് എഴുതിയത്. പെണ്ണപ്പൻ എന്നൊരു കവിത വരുമ്പോഴത്തേക്കും ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്തോ കേരള സാഹിത്യ അക്കാദമിയുടെ യുവ കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ലഭിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ആദ്യയെക്കുറിച്ച് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല, നമുക്ക് എഴുത്തെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒളിച്ചുകളി കൂടിയാണ് എല്ലായ്പ്പോഴും. കാരണം നമ്മൾ ഇപ്പം നമ്മുടെ ജീവിതമാണ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴും ഒരു അപകടം ഇരിക്കുന്നുണ്ട്. കാരണം ആളുകൾ നമ്മളെ ഓഡിറ്റ് ചെയ്യും, ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി ഇത് ശരിയാണോ തെറ്റാണോ, ഇതിൽ എത്ര അനുഭവമുണ്ട്, ഇതിൽ എത്ര സത്യമുണ്ട്, നീ പറയുന്ന കഥയല്ലേ, നീ നുണയല്ലേ പറയുന്നത്, ഇങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ബാക്കിയുള്ളവരെ അനുവദിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു അപകടം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതിയ കവിതകൾ മൊത്തം എൻ്റെ അനുഭവമാണെന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ അനുഭവങ്ങൾ അതിലുണ്ട് സ്വാഭാവികമായിട്ടും, പക്ഷേ അതിന് പുറത്തുള്ളതുമുണ്ട്. കാരണം എൻ്റെ ചുറ്റിലും ഞാൻ കണ്ട മനുഷ്യരുണ്ട്, ഞാൻ അനുഭവിച്ച ജീവിതമുണ്ട്, അതേപോലെ എൻ്റെ പുറത്തുള്ള മനുഷ്യർ അനുഭവിച്ച ജീവിതമുണ്ട്. അപ്പം മൊത്തം കവിതകളിൽ മൊത്തം ഞാനാണെന്ന് പറയുന്നത് വലിയൊരു അവകാശവാദമായി പോവും. കവിതയിലുള്ളതിനെക്കാട്ടും കൂടുതൽ ഞാൻ പുറത്താണ് എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തന്നെ പറയാം, ഇപ്പം ആദ്യം അങ്ങനെ ഒരു കവിത എഴുതിയപ്പോൾ ഞാൻ ഒരു പുരുഷന്മാരെ കണ്ടിട്ടുണ്ട് കുറച്ച് ഫെമിനിയൻ ടച്ചുള്ള, അതായത് നടക്കുമ്പോൾ ലാസ്യ ഭാവമുള്ള, അവർക്കിടെ നടപ്പിലും ഇരിപ്പിലും സ്ത്രീകളോട്, അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് അങ്ങനെ ലാസ്യഭാവത്തോടെ നടക്കുന്നവർ മാത്രമാണ് നല്ല ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അടക്കവും ഒതുക്കത്തോടു കൂടി നടക്കുക, വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുന്ന വൃത്തിയില്ലെന്നല്ല, അതായത് ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് ഒരു കുടുംബത്തിനെ സെർവ് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത്, അവളാണ് സ്ത്രീ എന്നാണ് ഒരു കൺസെപ്റ്റ് വെച്ചേക്കുന്നത്. അങ്ങനെയുള്ള പുരുഷന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവർക്കുള്ളിലും ഒരു എന്താ പറയുക, ഈ പറയുന്ന അപമാനങ്ങൾ ഒരുപാട് അവരും നേരിട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഞാൻ പറഞ്ഞ ആദ്യം വിളിച്ച പാവാട പെണ്ണ്,
അത്തരപ്പെട്ട ആളുകളെ ആദ്യം നേരിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ടുണ്ടോ ആദ്യം? കാരണം ഈ ഒരു കവിതയിൽ എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കവിത മാത്രം ഞാൻ ചോദിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ റിജിഡായിട്ടാണ് ഇത് നിൽക്കുന്നത്, ആണത്തം പെണ്ണത്തം എന്ന് പറയുന്ന സാധനമൊക്കെ. അപ്പം ഇതിന് പുറത്തു പോകുന്ന ശരീരങ്ങളെ സൊസൈറ്റി ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും ബുള്ളി ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചാന്തുപൊട്ട് സിനിമ നമ്മൾ കണ്ടതാണ്. അടിച്ച് നേരെയാക്കാൻ പറ്റുന്ന ഒന്നാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഫെമിനൈൻ ആവാന്ന് പറഞ്ഞാൽ ഏത് ശരീരത്തിനും ഫെമിനൈൻ ആവാം, ഏത് ശരീരത്തിനും മസ്കുലൈൻ ആവാൻ പറ്റും. ഇതിൽ മൂല്യം കൊടുക്കുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. ഒന്ന് കുറച്ച് ഉയർന്നതും ഒന്ന് താഴ്ന്നതുമാണ്. ഇപ്പോൾ ഒരു സോക്കോൾഡ് പെൺകുട്ടീൻ്റെ അകത്തുനിന്ന് മസ്കുലൈൻ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് സൊസൈറ്റി കുറച്ചൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യും, കാരണം അവൾ തൻ്റെയാണെന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ആണുങ്ങളിൽ നിന്ന് ഈ സോക്കോൾഡ് ആയിട്ടുള്ള ഫെമിനൈൻ എന്ന് വിളിക്കുന്ന സാധനങ്ങൾ വരുമ്പോഴാണ് സൊസൈറ്റിക്ക് സഹിക്കാൻ പാടില്ലാത്തത്. കാരണം ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞതാണ്, അത് കുറച്ച് മൂല്യം കുറഞ്ഞ സാധനമാണെന്നാണ് എപ്പോഴും കരുതപ്പെടുന്നത്. ഇതിന് നേരെ അപ്പുറത്തൊരു വശമുണ്ട് കേട്ടോ. കാരണം ഇപ്പം എല്ലായ്പ്പോഴും ഇത് സംഭവിക്കണമെന്നില്ല. കാരണം സോക്കോൾഡ് മസ്കുലിൻ ആയിട്ടുള്ള സ്ത്രീ ശരീരങ്ങളെ അപമാനിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സെറീന വില്യംസ് ഒക്കെ വലിയ തോതിൽ അവരെ ജെൻഡറൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്ക് ഇത് ആണ് വേഷം കെട്ടിയതാണ്, പെൺവേഷം കെട്ടിയതാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റേസിസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അപമാനങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ബ്ലാക്ക് ആയിട്ടുള്ള വ്യക്തികൾക്ക്, സ്ത്രീകൾക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ ഫെമിനിറ്റി എന്ന് പറയുന്നത് ഈ വെളുത്ത വർഗ്ഗക്കാരുടെ സ്ത്രീ സങ്കല്പത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു ഫെമിനിറ്റിയാണ്. അപ്പം നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ ശരീരങ്ങൾ ഏത് രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ മസ്കുലിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നല്ല, അത് പല തരത്തിലുണ്ട്. ഫെമിനിറ്റി എന്ന് പറയുന്നത് ഒറ്റ ഒന്നല്ല, അത് പല തരത്തിലും ഉണ്ട്. ആ വൈവിധ്യത്തിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ വൈവിധ്യം അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പെണ്ണപ്പൻ എന്ന് പറയുന്ന പോലത്തെ വാക്കുകളും ആ രീതിയിലുള്ള മനുഷ്യർക്ക് വലിയ തോതിലുള്ള അപമാനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ഗതികേടും ഉണ്ടാവുന്നത്. അപ്പം അതിനെ അവതരിപ്പിക്കുകയാണ് കവിതയിലൂടെ ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന കുടുംബത്തിൽ നിന്ന് നമ്മൾ ഈ പറയുമ്പോൾ ഏറ്റവും ആദ്യമേ നമ്മൾ പരിഗണിക്കുന്നത് നമ്മുടെ കുടുംബമാണ്. ഈ പറയുന്ന 18-17 വയസ്സ് മുതൽ ആദ്യം പാകപ്പെടുത്തി വരുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ടെവർ നമുക്ക് മറ്റുള്ളതൊക്കെ നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ നിരന്തരം അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാത്തവർ. പക്ഷെ നമ്മുടെ കുടുംബം അങ്ങനെയല്ല. നമ്മൾ നിരന്തരം ഇടപെടുകയും നമ്മൾ മൂലം അവരിലേക്ക് ഒന്നും സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകളുമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ കുടുംബം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഫാമിലി എങ്ങനെയാണ് ആദിയുടെ ഇപ്പോൾ ഓക്കെ ഇതിന് മുന്നത്തെ ഒരു ഇതിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? കുടുംബം സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയ്ക്ക് പറഞ്ഞാൽ അത്ര ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളീ പറയുന്ന രാഷ്ട്രീയമോ നമ്മളീ പറയുന്ന ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ള ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റഡായിട്ടുള്ള ഡിസ്കോഴ്സിനൊക്കെ പുറത്താണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട് എല്ലാ വീടുകളിലെയും പോലെ തന്നെ. ഇപ്പം എല്ലാ വീടുകളുടെയും സ്വഭാവം നമുക്കറിയാലോ. കേരളത്തിലെ മിക്ക വീടുകളുടെയും സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ഹോമോഫോബിക് ആയിട്ടുള്ള, ഭയങ്കര കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര സോക്കോൾഡ് റിലീജിയസ് ആയിട്ടുള്ള, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള എല്ലാ തരം വിരുദ്ധതകളും കൂട്ടിവെച്ച ഒരു സ്ഥലമായിട്ടാണ് വീടുകൾ നിൽക്കുന്നത്. അപ്പം അതുപോലൊരു വീടാണ് എൻ്റെ വീടും. പക്ഷെ നമ്മൾ നിരന്തരം ഇതിനകത്ത് കൂടി പണിയെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സമൂഹത്തിൽ മാത്രമല്ല പണിയെടുക്കുന്നത്, നമ്മൾ നമ്മുടെ ചെറിയ കോൺവെർസേഷനിലൂടെയും ചെറിയ ചെറിയ സംഭാഷണങ്ങളിലൂടെയും ഒക്കെ നിരന്തരം ഇതിനെ പുതുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം എൻ്റെ അനിയനാണെങ്കിലും അവനിപ്പോൾ PG ചെയ്യാണ്. അപ്പം നമ്മളെല്ലാവരും നിരന്തരം ഈ ഒരു അവഗണിക്കാൻ പറ്റാത്ത മട്ടിലുള്ള ഒരു ചർച്ചയായിട്ട് ഇതിനെ മാറുന്നുണ്ട്. ഈ എല്ലാ മനുഷ്യർക്കും ഒരേ മൂല്യമാണ്, അല്ലെങ്കിൽ ഇപ്പം നിറത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീട്ടിൽ ഭയങ്കര നിഷ്കളങ്കമായിട്ട് പറയുമല്ലോ. ഒരു വ്യക്തിനെ കുറിച്ച് പറയുമ്പോൾ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര ചെയ്യുന്ന രീതിയിൽ പറയും. നമ്മളാണെങ്കിൽ അറിയാതെ നമ്മൾ എത്ര പൊളിറ്റിക്കലി കറക്റ്റഡ് ആണെന്ന് പറയുമ്പോഴും ഇൻബിൽട്ട് ആയിട്ടൊരു സാധനമുണ്ട്. പെണ്ണ് കാണാൻ പോകുമ്പോൾ ഉടനെ ചോദിക്കും പെണ്ണ് കറുത്തതോ വെളുത്തതോ. അത് നമ്മൾ അതെന്താണ് ചോദിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവണില്ല. മനസ്സിലായോ? പെണ്ണ് അവന് ചേർന്നതാണോ? ആദ്യം ചോദിക്കുന്ന കറുപ്പോ വെളുപ്പോ എന്നുള്ളതാണ്. അതെന്താണെന്ന് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഞാനിത് ചോദിക്കാൻ കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലാണ്. കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് അവരോട് ബുക്കോ വായിക്കാനോ എടുക്കാനോ പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു സാധാരണക്കാരനെ കുറിച്ച് സംസാരിക്കുമ്പം അവർക്കാണ് നമ്മൾ ആദ്യം
ഇത് കൊടുക്കേണ്ടത്. കാരണം അവരാണ് 100 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത്, നമ്മളല്ല. നമ്മൾ സെക്കൻഡറി ആണ്. സാധാരണക്കാരുടെ വീട്ടിൽ നിന്ന് ഒരു വിപ്ലവം വരണമെങ്കിൽ നല്ല ബാധ്യതയുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് വിപ്ലവം നിങ്ങൾ തുടങ്ങുകയാണ് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയും. നമ്മുടെ സ്വന്തം വീട്ടിൽ, കാരണം നമ്മളെ കഴിഞ്ഞാൽ ഏറെ നമ്മളെക്കുറിച്ച് കേൾക്കുന്നത് ഇവരാണ്. നമ്മളൊരു പക്ഷേ ഇപ്പം ആദ്യം ഇത്ര മാറി താമസിക്കുന്നു, ആദിക്ക് പഠിക്കാൻ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ആദ്യനെ പേടിച്ചിട്ട് പറയാൻ പറ്റത്തില്ല, ആദ്യനെ സ്വാധീനിക്കാൻ പറ്റില്ല, പക്ഷേ ഫാമിലിയെ സ്വാധീനിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇവർക്ക് ഈ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാരണം അവരാ വിദ്യാഭ്യാസം കിട്ടുക, വിദ്യാഭ്യാസം എന്ന് മാത്രമല്ല ആ മനസ്സിലാക്കലുകൾ കിട്ടി അവരത് മൂന്നാമതൊരാളോട് പറയുക എന്ന് പറയുന്നതാണ് നമ്മുടെ വിജയം എന്നുള്ളത്. അങ്ങനെയുള്ളപ്പോൾ പേരൻസ്, ഇപ്പോൾ ഈ പറഞ്ഞ ഫാമിലി ഈ ഒരു പ്രശ്നത്തിന് ശേഷം ആദ്യയോടെ എങ്ങനെയായിരുന്നു, അതായത് പ്രശ്നമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ എങ്ങനെയാണ് അവർ തരണം ചെയ്തിട്ട് ആദ്യയോടെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അല്ല, ഇതിനകത്ത് രണ്ട് കണ്ടു. ഒന്നാമത് ഇപ്പം ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ നിന്നുള്ള ആളുകൾ ഭയങ്കര ഇൻക്ലൂസീവ് ആണ് നിർബന്ധമൊന്നുമില്ല. കാരണം എത്രയോ അനുഭവമുണ്ട്. കാരണം അവിടെയും ഭയങ്കര റിഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എഡ്യൂക്കേഷൻ ഒക്കെ അവസാനത്തെ സൂക്ഷ്മദർശിനി സിനിമ തന്നെ കാണിച്ചു തരുന്നത് അതാണ്. അപ്പൊ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെ ആളുകളുടെ ചിന്ത സ്വാഭാവികമായിട്ട് മാറണം എന്നൊന്നുമില്ല. അപ്പൊ എൻ്റെ സ്പേസിനകത്ത് പക്ഷെ കുറെ കൂടി ഒരു സാധ്യതയുണ്ട്. നമുക്ക് അവിടെ കുറെ കൂടി ഇത് നമ്മൾ ഒന്നീന്ന് പണിയെടുത്ത് തുടങ്ങണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പോലും മനുഷ്യരെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സ്നേഹം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. രാഷ്ട്രീയമോ പുരോഗമനോ ഒന്നുമല്ല, സ്നേഹം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യർ തമ്മിലുള്ള. അപ്പം അത് വർക്ക് ചെയ്യും, അത് സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കും. നമ്മൾ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും എത്രയൊക്കെ നമ്മൾ വഴക്കൂടിയാലും അവസാനം അത് പ്രവർത്തിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള വലിയ മാറ്റം സംഭവിച്ചു, വലിയ വിപ്ലവം നടന്നതൊന്നും അവകാശമില്ല. പക്ഷെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതാണ് പ്രധാനം തോന്നുന്നു. അതെ, 20 വർഷത്തെ ആ ഒരു ഒളിവ് വേണ്ടി വന്നിട്ടില്ല. ഇത് മുന്നേ ആകാമായിരുന്നു എന്നും ചിലപ്പോൾ തോന്നിപ്പോയ ഒരു അങ്ങനെയാണ്. എല്ലാത്തിനും ഒരു ടൈമുണ്ട്. കാരണം ആ ടൈമിൽ പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇപ്പം ആദ്യം എന്നും പറയാനുള്ളൊരു ധൈര്യമല്ല, ഒരു ബേസ് ഉണ്ട്. ആദ്യം ഒന്നിൻ്റെ മേളിൽ നിന്നിട്ടാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അവാർഡ് ഉൾപ്പെടെ ഇപ്പം ആദ്യം കേൾക്കുന്ന ആളുകൾ കുറച്ചുകൂടെ എന്താകും, ശരിയാണ് ഇയാൾ പറയുന്നതിൽ എന്തോ ഒരു സത്യമുണ്ട്, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ കറക്റ്റാണെന്ന് പറയാം. നേരത്തെ ആദ്യം ഒരു സ്റ്റുഡൻ്റ് ആയപ്പോൾ പറഞ്ഞ ആദിയുടെ വാക്കുകൾക്കുള്ള എന്താ പറയുക സ്ട്രെങ്ത് അല്ല ഇപ്പം ആദ്യം പറയുന്ന വാക്കുകൾക്കുള്ളത്. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന PhD എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മലയാളത്തിൽ PhD ആണ്. ഇപ്പം തീരാറായോ? ഇല്ല, ഞാൻ ജോയിൻ ചെയ്ത് 1 വർഷം. ഒരു വർഷം. അപ്പം JRF ആണോ? അല്ല, യൂണിവേഴ്സിറ്റി ഓക്കെ. അല്ല, അപ്പോൾ 3 വർഷമാണോ 5 വർഷമാണോ എന്നറിയാനായിരുന്നു. ഓക്കെ. ഇപ്പം എങ്ങനെയുണ്ട് ലൈഫ് മൊത്തത്തിൽ? ഇപ്പം ഈ പറയുന്ന നിരന്തരം നമ്മളിങ്ങനെ പ്രശ്നക്കാരനാവുകയാണല്ലോ. ഇപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ വേറൊരിടത്ത് പഠിക്കാൻ ചെന്ന് അവിടെ പ്രശ്നം, എവിടെ ചെന്നാലും നമ്മൾ പ്രശ്നമാണ്. കാരണം നമ്മൾ പ്രശ്നക്കാരനാകുന്ന എപ്പോഴോന്നറിയോ, നമ്മളുടെ അവകാശബോധങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളപ്പോഴാണ് നമ്മളൊരു സ്ഥലത്ത് പ്രശ്നക്കാരാവുന്നത്. അതിനു മുന്നേ നമുക്ക് അവകാശത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മളെന്താ ആരെന്ത് പറഞ്ഞാലും ശരിയെന്ന് പറയും. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ലൈഫ് ഈ പ്രശ്നക്കാരൻ എന്ന നിലയിൽ നിന്ന് ഉള്ള ഒരു ആദിയുടെ എങ്ങനെയാണ് ഇപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ആദ്യ കാലങ്ങളിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പം എങ്ങനെയാണ് അതൊക്കെ? അല്ല, ഇത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ മിണ്ടാതെ നല്ല കുട്ടികളായിരുന്നാൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം നമ്മൾ അതിനോട് ഈ സൊസൈറ്റി എങ്ങനെയാണ് പറയുന്നത് അതേ മട്ടിലങ്ങ് ജീവിച്ച് മരിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ളൂ. പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യേണ്ടതില്ല. സൊസൈറ്റി നമ്മുടെ കൂടെ നിൽക്കും, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല. നമ്മൾ നിരന്തരം ചീത്ത കുട്ടിയാവും, ചീത്ത ആളാവും, കൂട്ടുകൂടാൻ പറ്റാത്ത ആളാവും. അങ്ങനെ നിരന്തരം നമുക്ക് ചീത്തപ്പേരുകൾ ഒരുപാട് കിട്ടും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നമുക്ക് എപ്പോഴും നിരന്തരം പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ഗതികേടാണ് വരുന്നത്. കാരണം ഞാൻ ഈ പ്രശ്നം അല്ലെങ്കിൽ വഴക്ക് അല്ലെങ്കിൽ ആളുകൾ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഞാൻ ഭയങ്കര സൈലൻ്റായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത സ്പേസിൽ നിൽക്കുന്ന മനുഷ്യർക്കറിയാം എനിക്ക് ഒച്ചപ്പാടും ബഹളവും ഒച്ചയെടുക്കുന്നതും ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ്. പക്ഷേ നിവൃത്തികേട് കൊണ്ട് നമ്മൾ പലതുമായി മാറുന്നു. കാരണം നമ്മൾ നിരന്തരം ഒച്ചപ്പാടുണ്ടാക്കുന്നു, സമരങ്ങൾ ചെയ്യുന്നു, ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു, അവർക്കെതിരെ കേസുകൾ കൊടുക്കുന്നു. കാരണം ഇതില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സമൂഹം നമ്മളെ ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. അല്ലാതെ നമ്മൾ മിണ്ടാതിരുന്ന് നമുക്കൊന്നും ആരും കൊണ്ടുതരാൻ വേണ്ടി പോകുന്നില്ല. നമ്മളൊക്കെ നിരന്തരം ഒച്ചയെടുത്തും കരഞ്ഞും നിലവിളിച്ചും മുദ്രാവാക്യം വിളിച്ചും സമരം ചെയ്തിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് പോലും കിട്ടാൻ നമ്മൾ അത്രയധികം പണിപ്പെടേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യരായിട്ട് പോലും അംഗീകരിക്കാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ മിണ്ടാതിരിക്കുന്നില്ലല്ലോ എന്നോർത്തൊരു സന്തോഷം. കാരണം ബാക്കി എല്ലാ മനുഷ്യരും മിണ്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ ലോകത്തിനെ മൊത്തം എതിരെ നിർത്തി ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നു അറിയുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് പോയി എന്ന് തോന്നാറുണ്ട്. അതിൽ വേണ്ടായിരുന്നു ഈ ഒന്നുകൂടെ ഒന്ന്
എന്നെ പാകപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ വിചാരിക്കുന്നത് എല്ലാത്തിനും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല നമ്മുടെ മുന്നിൽ ഒരു പ്രതിസന്ധിയും വരുന്നത്. ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമ്മൾ കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നത്. ചില സമയത്ത് അങ്ങേയറ്റം തകർന്നു പോയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മെൻ്റലി ആണെങ്കിലും ഒക്കെ വളരെ തകർന്നു പോയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ട്രോമയിലേക്കൊക്കെ തള്ളിവിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളൊക്കെ അതിനൊക്കെ അതിജീവിച്ച് നിൽക്കുന്നു എന്ന് അറിയുന്ന സമയത്ത് അത് തരുന്ന ഒരു ഊർജ്ജമുണ്ട്. അതാണ് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. കാരണം എത്രയൊക്കെ അതിജീവിച്ചാണ് നമ്മൾ നിൽക്കുന്നത്, കാരണം എത്രയൊക്കെ മുറിപ്പെടുത്തിയും വേദനിപ്പിച്ചാണ് നമ്മൾ ഈ കയറി നിൽക്കുന്നത്. കാരണം ആരും നമുക്കൊന്നും കൊണ്ടു തന്നിട്ടില്ല, കൈപിടിച്ച് ഉയർത്താൻ ഒരു രക്ഷകരും ഉണ്ടായിട്ടില്ല, ഒരു ദൈവവും ഉണ്ടായിട്ടില്ല. എന്നിട്ടും നമ്മൾ ഇവിടെ വരെ എത്തി. ആരുടെയും കൈത്താങ്ങില്ലാത്ത കുറേ മനുഷ്യരുടെ സ്നേഹം കൊണ്ടും പിന്തുണ കൊണ്ടും മാത്രം നമ്മളിവിടെ വരെ എത്തി എന്നുള്ളതിലുള്ള സന്തോഷമുണ്ട്. അപ്പം അത് തുടർന്നുകൊണ്ടേയിരിക്കും, അതിനൊരു അവസാനമൊന്നുമില്ല. അതല്ലേ ആദ്യം പറഞ്ഞതുപോലെ, ആദ്യം എടുക്കുന്ന ഒരു സ്റ്റെപ്പ് കുറേ ആളുകളുടെ നിഴലുകളുണ്ട് പുറകിൽ. അതായത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർക്ക് മുന്നിലേക്ക് വരാൻ പറ്റാത്തതും അല്ലെ മുന്നിൽ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതായ ആളുകളുടെ മുന്നിലേക്ക് ഈ പറയുന്ന ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രോസസ്സിൽ ആദ്യമൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്കത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളതിന് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതായത് ഇങ്ങനെയുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ശബ്ദങ്ങൾക്ക് വേണ്ടിയും നമ്മൾ നിലനിൽക്കണം. ആ നിലനിൽക്കുക മാത്രമാണ് മനുഷ്യധർമ്മം, വേറെ ഒന്നും അതിനകത്ത് വേറെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ചിന്തയില്ല. അങ്ങനെയുള്ള ആദിക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു കോൺവെർസേഷനിലേക്ക് എത്താൻ കുറച്ച് താമസം എടുത്തു. എന്താണല്ലോ വളരെയധികം സന്തോഷം കുഞ്ഞു സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതിന്. ഇനിയും ആദിയുടെ വിപ്ലവം എന്ന് പറയാൻ പറ്റില്ല, പൊരുതലുകളാണ്. വിപ്ലവം വേറെ, പൊരുതൽ വേറെ. പൊരുതലുകൾക്ക് ശക്തി പകരട്ടെ, എല്ലാവർക്കും ഉള്ള കണ്ണും കാതും ആവട്ടെ. താങ്ക് യു വെരി മച്ച്.